അപ്പോൾ അമ്പലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പറവൂര് താനിപ്പാടം എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിന് ആദ്യം ഉണ്ടായിരുന്ന പണ്ടുള്ള പേരായിരുന്നു കൊമ്പുള്ള ദേവീക്ഷേത്രം. ഇപ്പോൾ അത് പനക്കരച്ചൻ്റെ അമ്പലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്രീതിയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പനക്കരച്ചൻ്റെ ദേഹത്ത് കുടിയിരുന്ന് ദേവി കലിതുള്ളുന്നതാണ്. അതായത് കരിങ്കാളി ഉഗ്രരൂപമെടുത്ത് രുദ്രരൂപമെടുത്ത് കരിങ്കാളിയാവുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഉത്സവം നടത്തിയപ്പോൾ സാധാരണ വരാറുള്ള അമ്പലത്തിൻ്റെ ദിശയിൽ നിന്ന് എതിർദിശയിൽ മാറ്റി ഉത്സവം നടത്തപ്പെട്ടു. അന്ന് തന്നെ ഉത്സവത്തിന് താലം പിടിച്ചു വന്നിരുന്ന ഒരു കുട്ടിക്ക് മുഖമടിച്ച് വീണ് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴും ജനങ്ങൾക്കൊന്നും തോന്നിയില്ല, സാധാരണ പോലെയുള്ളൊരു അപകടമാണെന്നാണ് അവിടെയുള്ള ജനങ്ങൾ കരുതിയത്. വീണ്ടും അന്ന് രാത്രിയിൽ അവിടെ അമ്പലത്തിൽ വർക്ക് ചെയ്തിരുന്ന ഇലക്ട്രീഷ്യന് ഷോക്കേറ്റ് മരിക്കുകയും പിന്നീട് അമ്പലവാസികളായ ജനങ്ങൾക്കും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെ പോയ സൈക്കിളിൽ പോയൊരു കുട്ടിക്ക് അപകടം പറ്റുകയും പിന്നെ ബൈക്കിൽ പോയ ഒരാൾക്ക് അപകടം പറ്റി. ഞങ്ങളുടെ സ്വന്തത്തിലുള്ളൊരു അണ്ണനാണ്. ആസ്ട്രാ മെഡിസിറ്റിലെ ട്രീറ്റ്മെൻറ്റാണ്. തോളലെല്ലാം പൊട്ടി 6 മാസമായി ട്രീറ്റ്മെൻറ്റിൽ കിടക്കുകയാണ്. പിന്നെ ഒരു ചേച്ചിക്ക് നെഞ്ചുവേദന വന്നു, ICUലായിരുന്നു. അങ്ങനെ തുടരെ അപകടങ്ങൾ വന്നപ്പോൾ പ്രശ്നം വെച്ച് അമ്പലത്തിലുള്ളവർ പൂജകൾ നടത്തി നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അമ്പലത്തിൽ ദേവിയില്ല. ദേവി കലി പൂണ്ട് ഉഗ്രരൂപമെടുത്ത് പുഴ കടന്ന് എതിർദിശയിലുള്ള അമ്പലത്തിൽ പോയി കുടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് പരിഹാരമായി പൂജകൾ നടത്തുവാൻ അവിടെയുള്ള ശാന്തികളുടെ കയ്യിൽ നിന്നില്ല. പിന്നെ പുറത്തുനിന്ന് ശാന്തികളെ കൊണ്ടുവന്ന് പൂജകളെല്ലാം നടത്തി ദേവിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുവരികയാണ്. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ദേവിയെ വീണ്ടും ഇവിടെ കുടിയിരുത്തുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയ ചെറിയൊരു അറിവ് എൻ്റെ മദിനി പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങളോട് സഹകരിക്കണം. ഇതിലെന്തെങ്കിലും അഭിപ്രായവും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.